സംസ്ഥാനത്തെ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുന്ന നിലപാടിനെ എതിർത്ത് സിപിഐ ഇന്ന് ചേരുന്ന LDF യോഗത്തിൽ നിലപാടറിയിക്കും. ബ്രൂവറി വിഷയത്തിലും നിലപാട് കടുപ്പിക്കും. സ്വകാര്യ സർവകലാശാല ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വേണമെന്നും യോഗത്തിൽ ആവശ്യപ്പെടും. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇന്ന് സംസ്ഥാനത്തെ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുന്ന നിലപാടിനെ എതിർത്ത് സിപിഐ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് LDF യോഗത്തിൽ ഈ നിലപാട് അറിയിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രാഷ്ട്രീയപരമായി എതിർപ്പുള്ളതും ജനരോഷം ഉയരുന്നതുമായ നിരവധിയായ വിഷയങ്ങളായിരിക്കും ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയ്ക്കായി വരിക. പ്രധാനമായും വലിയ തരത്തിലുള്ള എതിർപ്പായിരുന്നു ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട CPIക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഭൂഗർഭജലം വിനിയോഗിച്ചുകൊണ്ടുള്ള ഈ ബ്രൂവറിയുടെ പ്രവർത്തനത്തെ നഖശിഖാന്തം എതിർക്കുന്ന നിലപാട് CPIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും പിന്നീട് CPI സംസ്ഥാന എക്സിക്യൂട്ടീവും സ്വീകരിച്ചു. അതിനുശേഷം LDF നേതാക്കന്മാരെ ഇത് അറിയിക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രൂവറിക്കെതിരെ വലിയ തരത്തിലുള്ള എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ CPIക്ക് മാത്രമല്ല ഘടകകക്ഷിയ RJD ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനോട് കടുത്ത വിയോജിപ്പുണ്ട്. ഒപ്പം കിഫ്ബി റോഡുകളുടെ യൂസർ ഫീ പിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം, ആ നീക്കത്തിനെതിരെയും CPIക്ക് വിയോജിപ്പുണ്ട്. ഏറ്റവും അവസാനം സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി നൽകുവാൻ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട തീരുമാനം, ഈ തീരുമാനങ്ങളെല്ലാം തന്നെ ഘടകകക്ഷികളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് എന്നാണ് CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം. ആ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഇടതുമുന്നണി യോഗം CPIയുടെ ആസ്ഥാനമായ തിരുവനന്തപുരത്ത് CPIയുടെ ആസ്ഥാനത്ത് ചേരുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. വൈകുന്നേരത്ത് 3 മണിക്കാണ് യോഗം ചേരുന്നത്. കാരണം CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇന്നലെയും വലിയ തരത്തിലുള്ള ആരോപണമാണ് ബ്രൂവറിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ജനങ്ങൾക്ക് എതിരായി മാറുന്ന ഒരു പ്രവൃത്തിയും നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമില്ല എന്ന തരത്തിലൊരു നിലപാടാണ് CPI കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. ഈ സമയത്ത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പുണ്ടായാൽ അത് ഭാവിയിൽ ബാധിക്കും എന്ന് അവർ വളരെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് CPI നേതാക്കന്മാർ നൽകുന്നത്. ഒപ്പം RJD നേതാക്കൾക്കും ഇത് തന്നെയാണ്. NCPക്കും ഇതിനോടുള്ള വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. എങ്കിലും കാര്യമായൊരു വിയോജിപ്പ് NCP പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അതേസമയം NCP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കലഹം ഒരു പക്ഷേ ചർച്ചയായെന്ന് വരാം. നിലവിൽ ഇടതുമുന്നണി യോഗം ചേരുന്നത് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ നടത്താൻ പോകുന്ന വലിയ തരത്തിലുള്ള സമരപരിപാടികളെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുമുന്നണി യോഗം ചേരുന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇത്തരം ബ്രൂവറി, അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാല ബില്ല്, ഒപ്പം യൂസർ ഫീ പിരിക്കുന്നത് കിഫ്ബി റോഡുകളിൽ നിന്നും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. സമീപകാലത്തുണ്ടായ CPI പ്രത്യക്ഷത്തിൽ CPMനെതിരെ വലിയ തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു പാലക്കാട്ടെ ബ്രൂവറി വിഷയം. കാരണം പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും സംസ്ഥാനത്ത് വേണ്ട. കാരണം പ്രത്യേകിച്ചും വളരെയധികം ജലദൗർലഭ്യം നേരിടുന്ന സംസ്ഥാനമാണ് കേരളം. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് കൃഷിയെ തന്നെ ഇത് കാര്യമായി ബാധിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഒരു ബ്രൂവറി വേണ്ട എന്ന നിലപാടാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷയം CPM അവരുടെ ആഭ്യന്തര വിഷയമായി ഉൾക്കൊള്ളുകയും ഒപ്പം അവരൊരു അഭിമാന വിഷയമായി എടുത്തുകൊണ്ട് അത് നടപ്പിലാക്കാനുള്ള നീക്കം നടത്തിയത് CPIയെ വല്ലാതെ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതേ നിലപാട് തന്നെ RJDക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ എതിർപ്പുള്ള വിഷയങ്ങൾ കൂടി ഒരു പക്ഷേ ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. വൈകിട്ട് 3 മണിക്കാണ് ഇടതുമുന്നണി യോഗം MN സ്മാരകത്തിൽ ചേരുന്നത്. ഹരിത. ശരി, ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.